Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായ കച്ചോരി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് കാണാം. ഇത് നല്ല എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പം നമുക്ക് വേഗം വീഡിയോയ്ക്ക് കടന്നാലോ. നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് 2 കപ്പ് മൈദയാണ്. ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മളിപ്പോൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്ന പോലെ ഇത് കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഇട്ടേക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയൊരു സബോള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തേക്കണം സബോള ഇട്ട് കൊടുക്കുക. ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇതിൻ്റെ ഒപ്പം തന്നെ ക്യാരറ്റ് ഹാഫ്, പൊടി പൊടിയായിട്ട് കട്ട് ചെയ്ത ക്യാരറ്റ് ഹാഫ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സബോള വാടി വരുമ്പോഴേക്കും നമ്മുടെ ക്യാരറ്റ് ഒന്നും വെന്ത് വന്നോളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാരറ്റ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫില്ലിങ്ങിന് ആവശ്യമുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ മുളക് പൊടി, ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത്. പിന്നെ 1/2 സ്പൂണ് ഗരം മസാല പൊടി. ഇതെല്ലാം ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ ഒരു പൊട്ടാറ്റോ പുഴുങ്ങിയിട്ട് സ്ക്രേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ സ്ക്രേപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ലംസ് ഒന്നും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് പുഴുങ്ങിയതിന് ശേഷം ഒന്ന് സ്ക്രേപ്പ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. അപ്പോഴേക്കും നമ്മുടെ മാവ് ഒരു 1/2 hour ആവാറായിട്ട്. ഇനി നമുക്ക് അതിലേക്ക് പോവാം. അപ്പോഴേക്കും നമ്മുടെ ഫില്ലിംഗ് ഒക്കെ തണുത്ത് വന്നു. നമ്മുടെ മാവ് പിന്നെ ചപ്പാത്തി പരത്തുന്ന പലയമ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം. ആദ്യം വലുതാക്കണ്ട, നമ്മുടെ പൂരിനേക്കാളും കുറച്ചുകൂടി ഒരു വലുപ്പത്തിൽ. ഇത് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് 1 സ്പൂണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ക്ലോസ് ചെയ്യില്ലേ, അങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്യാം. നമ്മൾ ആദ്യം പ്രസ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്നും പ്രസ് ചെയ്തെടുത്താൽ മതി. ആദ്യം പരത്തണ്ട കേട്ടോ. നിങ്ങൾക്കിപ്പോൾ കച്ചോരി എത്ര വലുപ്പത്തിൽ വേണം, ചിലർക്ക് വലിയ കച്ചോരിയാണ് ഇഷ്ടം, ചിലർക്ക് ചെറുതാണ്. അപ്പോൾ നമ്മൾ ചെറിയ കച്ചോരിയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ പൂരിയുടെ വലുപ്പത്തിലുള്ള കച്ചോരികളാണ്. ഇത് എല്ലാം റെഡിയാക്കിയിട്ട് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഓയിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ഓയിൽ ചൂടായിട്ടുണ്ട്. നമ്മുടെ കച്ചോരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഗ്യാസ് എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാം.
ഉള്ളിലത്തെ മസാല ഒന്നും പൊട്ടിക്കാനേ വരില്ല. ആദ്യം പരത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കച്ചോറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. നമുക്കിങ്ങനെ എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കച്ചോരി എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുവാറേ ബൈ.